പ്രിയമുള്ളവരെ, വചനജ്വാല 1725 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 22 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മെയ് മാസ വണക്കം 22 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങളും 16-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളുമാണ് ഇന്ന് നാം ശ്രവിക്കുക. കരിഞ്ഞ മുന്തിരിത്തണ്ട്. 15-ാം അധ്യായം 1 മുതൽ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, മുന്തിരിത്തണ്ടിന് മറ്റ് വൃക്ഷങ്ങളെക്കാൾ എന്ത് മേന്മ? അതിൻ്റെ ശാഖകൾക്ക് വനത്തിലെ വൃക്ഷങ്ങളുടെ ശാഖകളെക്കാൾ എന്ത് ശ്രേഷ്ഠത? എന്തെങ്കിലും നിർമ്മിക്കാൻ അതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ടോ? പാത്രം തൂക്കിയിടാനുള്ള കൊളുത്ത് അതിൽ നിന്ന് എടുക്കാറുണ്ടോ? വിറകായി തീയിലിടുമ്പോൾ അതിൻ്റെ രണ്ടറ്റവും കത്തി മധ്യഭാഗം കരിഞ്ഞാൽ അത് എന്തിനെങ്കിലും പ്രയോജനപ്പെടുമോ? മുഴുവനോടിരുന്നപ്പോൾ അത് ഒന്നും ഉപകരിച്ചില്ല. അത് കത്തിക്കരിഞ്ഞ ശേഷം വല്ലതിനും ഉപകരിക്കുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വനവൃക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടിനെ തീയിലിടുന്നത് പോലെ ജെറൂസലേം നിവാസികളെ ഞാൻ കൈവെടിയും. ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കും. അവർ തീയിൽ നിന്ന് ഓടിയകന്നാലും തീ അവരെ ദഹിപ്പിക്കും. ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. അവർ അവിശ്വസ്തരായി പെരുമാറിയത് കൊണ്ട് ഞാൻ ആ ദേശത്തെ വിജനമാക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നമ്മൾ 16-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം. അവിശ്വസ്തയായ ജെറൂസലേം. കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ജെറൂസലേമിലെ അവളുടെ മ്ലേച്ഛതകൾ ബോധ്യപ്പെടുത്തുക. ദൈവമായ കർത്താവ് ജെറൂസലേമിനോട് അരുളി ചെയ്യുന്നു, നിന്റെ പിതൃദേശവും ജനന സ്ഥലവും കാനനാണ്. നിന്റെ പിതാവ് അമോര്യനും മാതാവ് ഹിത്യയുമാണ്. നീ ജനിച്ച ദിവസം നിന്റെ പൊക്കിൾ കുടി മുറിച്ചിരുന്നില്ല. നിന്നെ കുളിപ്പിച്ച് ശുദ്ധി വരുത്തിയില്ല. ദേഹത്ത് ഉപ്പ് പുരട്ടുകയോ പിള്ളക്കച്ചയിൽ പൊതിയുകയോ ചെയ്തിരുന്നില്ല. ഇവയിൽ ഒന്നെങ്കിലും ചെയ്യാൻ ആർക്കും ദയ തോന്നിയില്ല. ജനിച്ച ദിവസം തന്നെ നീ വെറുക്കപ്പെടുകയും വെളിമ്പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നീ ചോരയിൽ കിടന്നുരുളുന്നത് കണ്ട് നിന്നോട് പറഞ്ഞു, ജീവിക്കുക. വയലിലെ ചെടി പോലെ വളരുക. നീ വളർന്ന് പൂർണ്ണ യൗവനം പ്രാപിച്ചു. നിന്റെ മാറിടം വളർന്നു, മുടി തഴച്ചു. എങ്കിലും നീ നഗ്നയും അനാവൃതയുമായിരുന്നു. ഞാൻ വീണ്ടും നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നിന്നെ നോക്കി. നിനക്ക് വിവാഹപ്രായമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ മേലങ്കി കൊണ്ട് നിന്റെ നഗ്നത ഞാൻ മറച്ചു. ഞാൻ നിന്നോട് സ്നേഹവാഗ്ദാനത്തോടെ ഒരു ഉടമ്പടി ചെയ്തു. അങ്ങനെ നീ എൻ്റേതായി തീർന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കാഷ്യയിലെ വിശുദ്ധ റീത്തായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. മർഗരീത്ത എന്ന മാമോദീസ പേര് ലോപിച്ചാണ് റീത്തയായത്. അംബ്രായിലെ അപ്പനിയൻ പർവ്വതത്തിലെ കർഷകരായിരുന്നു അവരുടെ മാതാപിതാക്കൾ. യേശുക്രിസ്തുവിന്റെ സമാധാന പാലകർ എന്നാണ് അയൽക്കാർ അവരെ വിളിച്ചിരുന്നത്.
വാർദ്ധക്യത്തിൽ ജനിച്ച ഏകപുത്രി റീത്ത ഏകാന്തമായി ജീവിക്കാൻ അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചു. എങ്കിലും മാതാപിതാക്കൾ ഭയങ്കര മുൻകോപി ആയിരുന്നു. അതുകൊണ്ട് പോൾ ഫെർഡിനൻഡിനെ വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം ദൈവ തിരുമനസ്സായി റീത്ത സ്വീകരിച്ചു. ഭർത്താവ് റീത്തയുടെ ഭക്തി ഇഷ്ടപ്പെട്ടിരുന്നില്ല. കുടിച്ച് മതോന്മത്തനായി വന്ന് കഠിനമായി റീത്തയെ ദ്രോഹിച്ചിരുന്നു. 2 ആൺകുട്ടികളുണ്ടായി. അവർ ദിനംപ്രതി അമ്മയോടൊപ്പം ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നു. അവരുടെ പ്രാർത്ഥനകളും പ്രായശ്ചിത്തങ്ങളും ദരിദ്ര സന്ദർശനങ്ങളും മൂലം ഭർത്താവ് മാനസാന്തരപ്പെട്ടു. എന്നാൽ ഒരു വനത്തിൽ വെച്ച് ആരോ അയാളെ വധിച്ചു. റീത്ത ഘാതകരോട് ക്ഷമിച്ചു. എന്നാൽ മക്കൾ പ്രതികാര ചിന്തയിൽ വളർന്നു. അവർ ആ ഘാതകനെ കൊല്ലുന്നതിന് മുമ്പ് അവർ മരിച്ചാൽ മതിയെന്ന് ഈ അമ്മ സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്നു. ആ വർഷം 2 മക്കളും പിതൃഘാതകരോട് ക്ഷമിച്ച് മരിച്ചു. 30-ാം വയസ്സിൽ വീണ്ടും അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ 3 പ്രാവശ്യവും അനുമതി നിഷേധിച്ചു. ഒരു രാത്രി വിശുദ്ധ അഗസ്ത്യനും സ്ഥാപകനായ ഹന്നാനും ചേർന്ന് റീത്തായെ മഠത്തിലാക്കി. നേരം വെളുത്തപ്പോൾ സഹോദരിമാർ റീത്തയെ കണ്ട് വിസ്മയിച്ചു. വാതിൽ അടഞ്ഞു തന്നെയാണ് കിടന്നിരുന്നത്. റീത്തായുടെ വാക്ക് കേട്ട് അവിടെ ചേർക്കുകയും ചെയ്തു. 56-ാം വയസ്സിൽ പീഡാനുഭവ ധ്യാന സമയത്ത് കർത്തൃരൂപത്തിലെ മുടിയിൽ നിന്നും കുറെ രശ്മികൾ നെറ്റിയിൽ പതിച്ചു. ഒരു മുള്ള് നെറ്റിയിൽ തറച്ച് മുറിവ് ഉണങ്ങാതെ 8 വർഷം ഒരു മുറിയിൽ ഏകാന്തമായി കഴിഞ്ഞു. വിശുദ്ധ ബെർണർഡിന്റെ നാമകരണത്തിന്റെ റോമിൽ പോയപ്പോൾ വ്രണം സുഖപ്പെട്ടു. 144 കിലോമീറ്റർ നടന്നാണ് പോയത്. 7-ാം വർഷം റീത്ത മരിച്ചു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്നാണ് റീത്തയെ സ്പെയിൻകാർ പറയപ്പെടുന്നത്. പ്രിയരെ, ഇന്നു തന്നെ ബ്രിട്ടനിലെ വിശുദ്ധ ഐവോ ഹെലോറിയെ കൂടി അനുസ്മരിക്കുന്ന ദിവസമാണ്. ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് പരിത്യാഗ പ്രവർത്തികളിലൂടെ ജീവിച്ച് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം വികാരിയായപ്പോഴും റൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷിച്ച് ഉപവാസത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഒരു ആശുപത്രി പണികഴിപ്പിക്കുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു. പ്രായശ്ചിത്തത്തിന്റെ ആധിക്യം മൂലം 50-ാം വയസ്സിൽ ക്ഷീണിതനായി മരക്കമ്പ് കൊണ്ട് ഉണ്ടാക്കിയ തന്റെ ശയ്യയിൽ അന്ത്യകൂദാശ സ്വീകരിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ സ്വന്തമാക്കാൻ പ്രഭുക്കന്മാർ പരസ്പരം മത്സരിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, കാഷ്യായിലെ വിശുദ്ധ റീത്തായെയും ബ്രിട്ടനിലെ വിശുദ്ധ ഐവോ ഹെലേറിയെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ അവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.